നമസ്കാരം, മല്ലു ഡയാലിസിസ് ടെക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂറിനറി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കോമ്പോണൻസ് ഓഫ് യൂറിനറി സിസ്റ്റം എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്തൊക്കെയാണ് വരുന്നത്? കിഡ്നി, യൂറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യൂറേത്ര. അതിൽ നമ്മൾ കിഡ്നീനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിഡ്നിയുടെ ലൊക്കേഷൻ, പിന്നെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, പിന്നെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ റിലേഷൻസ് ഒക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. കാരണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്നിയുടെ കവറിങ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താ കവറിങ്സ് ഓഫ് കിഡ്നി? കവറിങ്സ് ഓഫ് കിഡ്നിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദി കിഡ്നി ഈസ് എൻക്ലോസ്ഡ് ബൈ 4 concentric coverings. These layers protect the kidneys, maintain its position and cushion it from external forces. എന്താണ് കവറിങ്സ് എന്ന് പറയുന്നത്? കിഡ്നിയുടെ കവറിങ്സും ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നിയുടെ കവറിങ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? കിഡ്നിയുടെ കവറിങ് മെയിനായിട്ട് 4 കവറിങ്സ് ആണ് കിഡ്നിക്കുള്ളത്. ആ കവറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ആവരണം എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ കിഡ്നീനെ പൊതിഞ്ഞുകൊണ്ട് മെയിനായിട്ട് 4 ആവരണങ്ങളാണ്, 4 ലെയേഴ്സാണ്, അല്ലെങ്കിൽ 4 കവറിങ്സ് ആണ് ഉള്ളത്. ഈ ലെയേഴ്സ് അല്ലെങ്കിൽ കവറിങ്സ് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെന്താ ചെയ്യുക? കിഡ്നിയുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സസ് വരുന്ന സമയത്ത് കിഡ്നിക്ക് വേണ്ടിയിട്ടൊരു കുഷ്യനായിട്ട് ആക്ട് ചെയ്യും. ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കിഡ്നിക്ക് ഈ 4 കവറിങ്സ് ഉള്ളത്. അതായത് ഈ 4 കവറിങ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഏതാണ് ഈ 4 കവറിങ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഫൈബ്രസ് ക്യാപ്സ്യൂൾ അഥവാ റീനൽ ക്യാപ്സ്യൂളാണ്. ഫസ്റ്റ് വൺ ഏതാ? ഫൈബ്രസ് ക്യാപ്സ്യൂൾ അഥവാ റീനൽ ക്യാപ്സ്യൂൾ. സെക്കൻഡ് വരുന്നത് പെരിറീനൽ ഫാറ്റ്. സെക്കൻഡ് വരുന്നത് ഏതാ? പെരിറീനൽ ഫാറ്റ്. അതിനെ നമ്മൾ പെരിനെഫ്രിക് ഫാറ്റ് എന്നും വിളിക്കും. നെക്സ്റ്റ് മൂന്നാമത്തത് വരുന്നത് റീനൽ ഫാഷ്യ. റീനൽ ഫാഷ്യ ആണ് മൂന്നാമതായിട്ട് വരുന്നത്. ഇതിന് വേറെ 2 പേരും കൂടിയുണ്ട്. ജെറോട്ടാസ് ഫേഷ്യ അല്ലെങ്കിൽ ഫേഷ്യ ഓഫ് ടോൾട്ട്. അപ്പോൾ എന്തൊക്കെയാണ്? റീനൽ ഫേഷ്യ, അതിന് വേറെയും 2 പേരുകൾ കൂടെയുണ്ട്. ജെറോട്ടാസ് ഫേഷ്യ ഓർ ഫേഷ്യ ഓഫ് ടോൾട്ട്. നാലാമത്തെ ലെയർ പാരാറീനൽ ഫാറ്റാണ്. അതിനെ പാരാനെഫ്രിക് ഫാറ്റ് എന്നും വിളിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 4 ലെയേഴ്സ് വരുന്നത്. ഏതൊക്കെയാ? ഫൈബ്രസ് ക്യാപ്സ്യൂൾ, പെരിറീനൽ ഫാറ്റ്, റീനൽ ഫാഷ്യ ആൻഡ് പാരാറീനൽ ഫാറ്റ്. ഇനി നമുക്ക് ഇവ ഓരോന്നും, ഈ ഓരോ ലെയേഴ്സും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡീപ്പ് ഡീറ്റെയിൽ ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. നമുക്ക് ആദ്യത്തെ ക്യാപ്സ്യൂളിലേക്ക് കടക്കാം. ആദ്യത്തെ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ആദ്യത്തെ കവറിങ്ങിൻ്റെ പേരെന്താ? ഫൈബ്രസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ റീനൽ ക്യാപ്സ്യൂൾ. ഇതാണ് ആദ്യത്തെ ലെയർ അല്ലെങ്കിൽ കവറിങ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് പഠിക്കുന്നത് ദി ഇന്നർ മോസ്റ്റ് ലെയർ. ഏറ്റവും ഉള്ളിലായിട്ട് വരുന്ന ലെയറാണ് അല്ലെങ്കിൽ കവറിങ് ആണ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ അഥവാ റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. എ തിൻ ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിൻ മെയ്ഡ് ഓഫ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ എന്താ? ഒരു തിൻ ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിനാണ് ഈ ഫൈബ്രസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ്. അപ്പോൾ നമുക്കത് ഓർക്കാനും എളുപ്പമല്ലേ? ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ്. അപ്പോൾ നമുക്കങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇതിലെ നെക്സ്റ്റ് പോയിൻ്റ് എന്താ? ക്ലോസ്ലി അഡേഴ്സ് ടു ദി സർഫേസ് ഓഫ് കിഡ്നി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദി ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. അപ്പോൾ ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, കിഡ്നിയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കവറിങ് ആയിരിക്കും. കിഡ്നീനെ പൊതിഞ്ഞിരിക്കുന്ന ആദ്യത്തെ ലെയറും കൂടിയായിരിക്കും എന്ത്? ഫൈബ്രസ് ക്യാപ്സ്യൂൾ അഥവാ റീനൽ ക്യാപ്സ്യൂൾ.
നെക്സ്റ്റ് പോയിൻ്റ് എന്താ? പ്രൊട്ടക്റ്റ് ദി കിഡ്നി ഫ്രം ഇൻഫെക്ഷൻ ഓർ ട്രോമ. ഇൻഫെക്ഷനിൽ നിന്നും ട്രോമയിൽ നിന്നും ഒക്കെ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയർ കൂടിയാണ് നമ്മുടെ ഫൈബ്രസ് ക്യാപ്സ്യൂൾ അഥവാ റീനൽ ക്യാപ്സ്യൂൾ. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? മെയിൻറ്റെയിൻസ് ദി ഷേപ്പ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി കിഡ്നി. കിഡ്നിയുടെ ഷേപ്പും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈബ്രസ് ക്യാപ്സ്യൂളിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഒന്ന് വിവരിക്കുക? ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഈസ് ദി ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദി കിഡ്നി. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? എ തിൻ ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിൻ മെയ്ഡ് ഓഫ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ ടിഷ്യൂ. എ തിൻ ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിൻ മെയ്ഡ് ഓഫ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? ക്ലോസ്ലി അഡേഴ്സ് ടു ദി സർഫസ് ഓഫ് ദി കിഡ്നി. നെക്സ്റ്റ് പ്രൊട്ടക്റ്റ് ദി കിഡ്നി ഫ്രം ഇൻഫെക്ഷൻ ഓർ ട്രോമ. നെക്സ്റ്റ് മെയിൻറ്റെയിൻസ് ദി ഷേപ്പ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി കിഡ്നി. ഇത്രയുമാണ് നമ്മളുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഫൈബ്രസ് ക്യാപ്സ്യൂളിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് കടക്കാം. നെക്സ്റ്റ് കവറിങ് എന്താന്ന് പറഞ്ഞാൽ പെരിറീനൽ ഫാറ്റ് അഥവാ പെരിനെഫ്രിക് ഫാറ്റ് ആണ്. എന്താണ് പെരിറീനൽ ഫാറ്റ് ഓർ പെരിനെഫ്രിക് ഫാറ്റ്? എ തിക്ക് ലെയർ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ സറൗണ്ടിങ് ദി റീനൽ ക്യാപ്സ്യൂൾ. എന്ന് വെച്ചാൽ എന്താ? പെരിനെഫ്രിക് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിക്ക് ലെയർ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ആണ്. അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഒരു തിക്ക് ലെയറാണ് സറൗണ്ടിങ് ബൈ റീനൽ ക്യാപ്സ്യൂൾ. റീനൽ ക്യാപ്സ്യൂളിനെ, അതായത് കിഡ്നിയുടെ ഫസ്റ്റ് കവറിങ്ങിനെ കവർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ലെയറാണ് എന്ത്? പെരിറീനൽ ഫാറ്റ് അഥവാ പെരിനെഫ്രിക് ഫാറ്റ്. ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എ തിക്ക് ലെയർ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദി റീനൽ ക്യാപ്സ്യൂൾ ആൻഡ് ദി റീനൽ ഫേഷ്യ. എന്താണെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള റീനൽ ക്യാപ്സ്യൂളിൻ്റെയും തേർഡ് ലെയർ ആയിട്ടുള്ള റീനൽ ഫേഷ്യൻ്റെയും ഇടയിലുള്ള ഒരു തിക്ക് അഡിപ്പോസ് ടിഷ്യൂ ലെയറാണ് എന്ത്? പെരിറീനൽ ഫാറ്റ് അഥവാ പെരിനെഫ്രിക് ഫാറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ പ്രൊട്ടക്റ്റിംഗ് ദി കിഡ്നി ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറീസ്. അപ്പോൾ ഈ ലെയറിൻ്റെ ഒരു ഫങ്ഷൻ എന്താ? ഒരു ഷോക്ക് അബ്സോർബറാണ്. എന്താ വെച്ചാൽ പെട്ടെന്നുള്ളൊരു ആഘാതത്തിൽ നിന്നൊക്കെ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ് ഈ പെരിറീനൽ ഫാറ്റ് അല്ലെങ്കിൽ പെരിനെഫ്രിക് ഫാറ്റ് എന്ന് പറയുന്നത്. പിന്നെന്താ? മെക്കാനിക്കൽ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ആക്സിഡൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി കൊണ്ടൊക്കെ ഉണ്ടാവുന്നൊരു ഇഞ്ചുറീസിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ആ ഇഞ്ചുറീസിൽ നിന്നൊക്കെ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലെയർ കൂടിയാണ് പെരിറീനൽ ഫാറ്റ് അല്ലെങ്കിൽ പെരിനെഫ്രിക് ഫാറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? പ്രൊവൈഡ്സ് ഇൻസുലേഷൻ ആൻഡ് സപ്പോർട്ട് ടു ദി കിഡ്നി. ഒരു ഇൻസുലേഷനായിട്ട് ആക്ട് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കിഡ്നിക്ക് വേണ്ടിയിട്ട്. അടുത്ത ഒരു പോയിൻ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫെക്ഷൻ സ്പ്രെഡ്സ് ഇൻ ദി പെരിറിനൽ സ്പേസ് അണ്ടർ ദി ഫേഷ്യ ഈസ് കോൾഡ് പെരിനെഫ്രിക് അബ്സസ്. അതായത് റീനൽ ഫേഷ്യ, മൂന്നാമത്തെ ലെയറായിട്ടുള്ള റീനൽ ഫേഷ്യൻ്റെ അണ്ടറിൽ പെരിറിനൽ ഫാറ്റിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുകയാണെങ്കിൽ ആ ഇൻഫെക്ഷനെ പറയുന്ന പേരാണ് പെരിനെഫ്രിക് അബ്സസ്. അപ്പോൾ എന്താണ്? ദി ഇൻഫെക്ഷൻ സ്പ്രെഡ് ഇൻ ദി പെരിറിനൽ സ്പേസ് അണ്ടർ ദി ഫേഷ്യ ഈസ് കോൾഡ് പെരിനെഫ്രിക് അബ്സസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. റീനൽ ഫേഷ്യയുടെ താഴെയായിട്ട് പെരിറീനൽ ഫാറ്റിൻ്റെ മുകളിലായിട്ട് ആ രണ്ട് ലെയറിൻ്റെയും ഇടയിലായിട്ട് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷന് പറയുന്ന പേരാണ് പെരിനെഫ്രിക് അബ്സസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പെരിറീനൽ ഫാറ്റ് അല്ലെങ്കിൽ പെരിനെഫ്രിക് ഫാറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ലെയറിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളത്? അതൊരു അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ തിക്ക് ലെയറാണ്. റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഒരു തിക്ക് ലെയറാണ്. റീനൽ ക്യാപ്സ്യൂളിൻ്റെയും റീനൽ ഫേഷ്യയുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള
ഒരു ലെയർ കൂടിയാണ് പെരിറീനൽ ഫാറ്റ്. എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യും. പ്രൊട്ടക്റ്റ് ദി കിഡ്നി ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറീസ് നിന്ന് കിഡ്നീനെ രക്ഷിക്കും, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെന്താ? പ്രൊവൈഡ്സ് ഇൻസുലേഷൻ, ഒരു ഇൻസുലേഷനായിട്ടും കിഡ്നിക്കൊരു സപ്പോർട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെന്താ? ഇതിൻ്റെ അകത്ത് ഒരു ഇൻഫെക്ഷൻ ചാൻസസ് ഉണ്ട്. എവിടെ? റീനൽ ഫേഷ്യയുടെയും പെരിറീനൽ ഫാറ്റിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ടൊരു ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ആ ഇൻഫെക്ഷന് പറയുന്ന പേരാണ് പെരിനെഫ്രിക് അബ്സസ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് പോവാം. അടുത്ത ലെയറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ ലെയർ ഏതാ? മൂന്നാമത്തെ ലെയറാണ് റീനൽ ഫേഷ്യ എന്ന് പറയുന്നത്. ഈ റീനൽ ഫേഷ്യയ്ക്ക് വേറെയും 2 പേര് കൂടെ ഉണ്ട്. എന്താണ്? ജെറോട്ടസ് ഫേഷ്യ ഓർ ഫേഷ്യ ഓഫ് ടോൾട്ട്. എന്തൊക്കെയാണ്? ജെറോട്ടാസ് ഫേഷ്യ ഓർ ഫേഷ്യ ഓഫ് ടോൾട്ട്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് പോയിൻ്റായിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എ ഡെൻസ് ഫൈബ്രസ് ഷീത്ത് that encloses the kidney, perirenal fat and adrenal gland. അതായത് ഇതൊരു ഡെൻസ് ഫൈബ്രസ് ഷീത്താണ്, ഒരു തിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെൻസ് ആയിട്ടുള്ള ഫൈബ്രസ് ഷീത്താണ്. അത് എൻക്ലോസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? കിഡ്നീനെ, പെരിറീനൽ ഫാറ്റിനെ, അതായത് പെരിറീനൽ രണ്ടാമത്തെ ലെയറിനെ, കൂടെ അഡ്രിനൽ ഗ്ലാൻഡിനെയും കൂടെ ഇത് കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? ഇറ്റ് ഹാസ് 2 ലെയേഴ്സ്. 2 ലെയർ ഉണ്ട് ഈ റീനൽ ഫേഷ്യന്. ഈ റീനൽ ഫേഷ്യനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റീനൽ ഫേഷ്യൻ്റെ ഉള്ളിൽ തന്നെ 2 ലെയറുകൾ കൂടിയുണ്ട്. എന്തൊക്കെയാ? ഒന്ന് ആൻറ്റീരിയർ ലെയർ. ഈ ആൻറ്റീരിയർ ലെയറിനെ എന്താ പറയുന്നത്? ടോൾട്ട് ഫേഷ്യ. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റീരിയർ ലെയറാണ്. ഇതിന് പറയുന്നത് സുക്കർ കാൻഡിൽസ് ഫേഷ്യ എന്നാണ്. സുക്കർ കാൻഡിൽസ് ഫേഷ്യ. നമ്മൾ പറഞ്ഞു റീനൽ ഫേഷ്യ എന്ന് പറയുന്നത് ഒരു ഡെൻസ് ഫൈബ്രസ് ഷീത്താണ്. അതെന്തിനൊക്കെ കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻക്ലോസസ് ചെയ്യുന്നുണ്ട്? കിഡ്നീനെ, പെരിറീനൽ ഫാറ്റിനെ, പിന്നെന്താണ്? അഡ്രിനൽ ഗ്ലാൻഡിനെ. ഇത്രയും കാര്യങ്ങളെ ആവരണം ചെയ്തിട്ടുള്ളൊരു കവറിങ് ആണ് റീനൽ ഫേഷ്യ എന്ന് പറയുന്നത്. ഈ റീനൽ ഫേഷ്യൻ്റെ ഉള്ളിൽ തന്നെ 2 ലെയറുകളുണ്ട്. ആ 2 ലെയർ ഏതൊക്കെയാണ്? ഒന്ന് ആൻറ്റീരിയർ ലെയറാണ്. ഈ ആൻറ്റീരിയർ ലെയറിനെ പറയുന്നത് ടോൾട്ട് ഫേഷ്യ എന്നാണ്. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റീരിയർ ലെയറാണ്. ഈ പോസ്റ്റീരിയർ ലെയറിന് എന്താണ് പറയുന്നത്? സുക്കർ കാൻഡിൽസ് ഫേഷ്യ എന്നാണ്. സുക്കർ കാൻഡിൽസ് ഫേഷ്യ എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആൻറ്റീരിയർ ലെയറും പോസ്റ്റീരിയർ ലെയറും ഫ്യൂസ് ലാറ്ററലി ടു ഫോം ദി ലാറ്ററോകോണൽ ഫേഷ്യ ആൻഡ് സുപ്പീരിയർലി ടു ദി ഡയഫ്രമാറ്റിക് ഫേഷ്യ. എന്ന് വെച്ചാൽ ഈ 2 ലെയറും ലാറ്ററലി ഫ്യൂസ് ചെയ്തിട്ട് ലാറ്ററോകോണൽ ഫേഷ്യ ആയി മാറുകയും സുപ്പീരിയർലി ഇത് ഫ്യൂസ് ചെയ്തിട്ട് ഡയഫ്രമാറ്റിക് ഫേഷ്യയിലേക്ക് ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ 2 ലെയേഴ്സ് ലാറ്ററലി ഫ്യൂസ് ചെയ്തിട്ട് ലാറ്ററലോകോണൽ ഫേഷ്യ ആയി മാറുകയും സുപ്പീരിയർലി ഫ്യൂസ് ചെയ്തിട്ട് ഡയഫ്രമാറ്റിക് ഫേഷ്യയിലേക്ക് ചേരുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, റീനൽ ഫേഷ്യ പ്രൊവൈഡ്സ് ഫേം എൻകറേജ് ഓഫ് ദി കിഡ്നി ടു സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്. എന്ന് വെച്ചാൽ ഈ ഒരു കവറിങ് കിഡ്നിയെ മറ്റ് കിഡ്നിയുടെ ചുറ്റുമുള്ള ഘടനകളോട് നോക്കുമ്പോൾ അതിനെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ പൊസിഷനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെൽറ്റ് പോലെയാണ് ഈ റീനൽ ഫേഷ്യ എന്ന് പറഞ്ഞ ആവരണം കിഡ്നിക്ക് സഹായകമാകുന്നത്. Then next point, it prevents downward displacement of the kidney, helps maintaining position. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ ആവരണം ചെയ്ത് പൊതിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ കിഡ്നിയുടെ ഡൗൺവേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഓടുക, ചാടുക, തുള്ളുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ ഓർഗൻസൊക്കെ ഒന്ന് ഇളകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും, ഒന്ന് ഇളകാൻ ചാൻസ് ഉണ്ട്. ആ ഇളക്കം, ആ താഴോട്ടേക്കുള്ളൊരു ഒന്ന് താണു പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റീനൽ ഫേഷ്യയ്ക്ക് കഴിവുണ്ട്.
In case of any trauma or infection like perinephric abscess, fluid can collect within this facial compartment. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കെന്താ ഒരു ഇൻഫെക്ഷന് ചാൻസസ് ഉണ്ട് ഈ പെരിനെഫ്രിക് സ്പേസിൻ്റെയും റീനൽ ഫേഷ്യൻ്റെ ഇടയ്ക്കൊരു ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. ആ ഇൻഫെക്ഷൻ എന്തായിരുന്നു പറയുന്നത്? പെരിനെഫ്രിക് അബ്സസ്. ഈ അബ്സസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഫേഷ്യയിൽ നിന്ന് ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുക ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റീനൽ ഫേഷ്യ മൂന്നാമത്തെ ലെയറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ്? A dense fibrous sheath that encloses the kidney, perirenal fat and adrenal gland. അതായത് എന്താണ്? കിഡ്നിനെയും പെരിറീനൽ ഫാറ്റിനെയും അഡ്രിനൽ ഗ്ലാൻഡിനെയും ഒക്കെ കൂടി ആവരണം ചെയ്യുന്ന ഒരു ഡെൻസ് ഫൈബ്രസ് ഷീത്താണ് നമ്മുടെ റീനൽ ഫേഷ്യ എന്ന് പറയുന്നത്. ഇതിന് 2 ലെയർ ഉണ്ട്. ഒരു ആൻറ്റീരിയർ ലെയറും ഒരു പോസ്റ്റീരിയർ ലെയറും ഉണ്ട്. ഈ 2 ലെയറും ലാറ്ററലി ഫ്യൂസ് ചെയ്തിട്ട് ലാറ്ററൽ കോണൽ ഫേഷ്യ ആയി മാറുകയും സുപ്പീരിയർലി ഫ്യൂസ് ചെയ്തിട്ട് ഡയഫ്രമാറ്റിക് ഫേഷ്യയിലേക്ക് ചേരുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ റീനൽ ഫേഷ്യ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബെൽറ്റ് പോലെ അല്ലെങ്കിൽ കിഡ്നീൻ്റെ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സിന് കിഡ്നീനെ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താ? കിഡ്നീൻ്റെ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താ? ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ട്രോമാസോ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ലെയറിൽ നിന്ന് നമുക്ക് ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 4ാമത്തെ ലെയറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. 4ാമത്തെ ലെയർ ഏതായിരുന്നു? 4ാമത്തെ കവറിങ്ങിൻ്റെ പേര് പാരാറീനൽ ഫാറ്റ് അഥവാ പാരാനെഫ്രിക് ഫാറ്റ്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ഫാറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദി റീനൽ ഫേഷ്യ. അതായത് ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുറത്ത് കാണുന്ന ഒരു ലെയറാണ് ഇത്. എന്താണ്? ലെയർ ഓഫ് ഫാറ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു ഫാറ്റ് ലെയറാണ്. എന്താ? റീനൽ ഫേഷ്യൻ്റെ പുറത്ത് കാണുന്ന കിഡ്നിയുടെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ് പാരാറീനൽ ഫാറ്റ് എന്ന് പറയുന്നത്. മോർ അബൻഡൻറ്റ് പോസ്റ്റീരിയർലി, അതായത് കിഡ്നിയുടെ പിൻഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആഡ്സ് ആൻ എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് കുഷ്യൻ ടു ദി കിഡ്നി. നമ്മൾ നേരത്തെ പറഞ്ഞ ലെയേഴ്സൊക്കെ കിഡ്നിക്ക് ഒരു കുഷ്യൻ പോലെയാണ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് കുഷ്യനായിട്ടാണ് ഈ ലെയർ പാരാറീനൽ ഫാറ്റ് ആക്ട് ചെയ്യുന്നത്. ഹെൽപ്സ് ഇൻ സ്റ്റെബിലൈസിങ് ദി കിഡ്നി വിത്തിൻ ദി പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാൾ. പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിൽ തന്നെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് കിഡ്നീനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? ക്യാൻ ആക്ട് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ഇമേജിങ് ടെക്നോളജി. അതായത് എന്തെങ്കിലും തരത്തിലുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊരു ലാൻഡ്മാർക്കായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇൻ വെരി തിൻ പേഷ്യൻസ് ദിസ് ലെയർ മേ ബി റെഡ്യൂസ്ഡ് മേക്കിംഗ് ദി കിഡ്നി മോർ മൊബൈൽ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഈ ലെയേഴ്സ് ഈ ലെയർ നമ്മളെ കിഡ്നീനെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ തിന്നായിട്ടുള്ള മെലിഞ്ഞ പേഷ്യൻസിനൊക്കെ ഈ ലെയറിൻ്റെ അളവ് കുറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഈ ഒരു അളവ് കുറയുന്നത് കൊണ്ട് കിഡ്നി മൂവ് ചെയ്യാനുള്ള ചാൻസ് അവരുടെ കേസസിൽ കൂടുതലാണ്. ദെൻ ഈ ലോസ് ഓഫ് ഫാറ്റ് ലെയേഴ്സ് which will lead to kidney descends abnormally. അതായത് നമ്മൾ നേരത്തെ റീനൽ ഫേഷ്യ പറഞ്ഞപ്പോൾ പഠിച്ചു എന്താ? കിഡ്നീനെ താഴോട്ടേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ ഈ ലെയേഴ്സൊക്കെ അതിൻ്റെ അളവിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നി അബ്നോർമലായിട്ട് ഡൗൺവേർഡിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ കിഡ്നിയുടെ പൊസിഷനിൽ നിന്നും കിഡ്നി ഇങ്ങനെ ഇളകി കളിക്കുന്നതിന് ആ ഒരു അബ്നോർമാലിറ്റിക്കാണ് പറയുന്നത് ഫ്ലോട്ടിംഗ് കിഡ്നി ഓർ നെഫ്രോപ്റ്റോസിസ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് കവറിങ്സ് ഓഫ് കിഡ്നീൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.